നമസ്കാരം. മനുഷ്യ സംസ്കാരങ്ങളെ നനച്ചു വളർത്തുന്നത് മഹാനദികളാണ്. ആദിമ നാഗരികതകൾക്ക് മാത്രമല്ല, ആധുനിക നഗരങ്ങളും ഉടലെടുത്തത് നദീതീരങ്ങളിലാണ്. പ്രകൃതിദത്തമായ ഉറവകളിൽ നിന്നുദ്ഭവിച്ച് വലിയ നീർച്ചാലുകളായി മാറുന്ന ശുദ്ധജല സ്രോതസ്സുകളാണ് നദികൾ. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകപ്രസിദ്ധമായ ചരിത്ര പ്രാധാന്യമുള്ള സാംസ്കാരിക തനിമ നിറഞ്ഞ രണ്ട് നദികളെപ്പറ്റിയാണ്. ടൈഗ്രീസ്, യൂഫ്രട്ടീസ്. മാനവ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രദേശമാണ് മെസോപ്പൊട്ടാമിയ. ടൈഗ്രീസ്, യൂഫ്രട്ടീസ് എന്നീ രണ്ട് നദികൾക്കിടയിലാണ് മെസോപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത്. തുർക്കിയുടെ കിഴക്ക് യൂഫ്രട്ടീസ് നദി ആരംഭിക്കുന്നതിൻ്റെ ഏതാണ്ട് 80 കിലോമീറ്റർ മാറി ഹസാർ എന്ന തടാകത്തിലാണ് ടൈഗ്രീസിൻ്റെ തുടക്കം. തുർക്കി, സിറിയ, ഇറാഖ് എന്നീ പ്രദേശങ്ങളിലൂടെ ഒഴുകി ഇത് പേർഷ്യൻ ഗൾഫിൽ പതിക്കുന്നു. യൂഫ്രട്ടീസ് നദിക്ക് സമാന്തരമായാണ് ടൈഗ്രീസിൻ്റെ ഒഴുക്ക്. 1850 കിലോമീറ്ററോളം നീളമുള്ള നദിയാണ് ടൈഗ്രീസ്. പുരാതന അസീറിയയുടെ തലസ്ഥാന നഗരികളെല്ലാം ടൈഗ്രീസിൻ്റെ തീരത്തായിരുന്നു. ഇന്നത്തെ മൊസൂൾ, ബാഗ്ദാദ്, ദിയാർബക്കീർ എന്നീ പട്ടണങ്ങൾ ഈ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. വാദി ദാർക്കാർ ആണ് ടൈഗ്രീസിൻ്റെ പ്രധാന പോഷക നദി. ഇറാഖിൽ ടൈഗ്രീസ് നദിയിലൂടെ പ്രധാന ഡാമാണ് മൊസൂൾ. ചരിത്രപ്രസിദ്ധമായ മറ്റൊരു ഏഷ്യൻ നദിയാണ് യൂഫ്രട്ടീസ്. തെക്കുപടിഞ്ഞാറൻ ഏഷ്യയിലെ ഏറ്റവും വലിയ നദിയാണിത്. തുർക്കിയുടെ കിഴക്കൻ പ്രദേശത്ത് രൂപം കൊണ്ട് സിറിയ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ടൈഗ്രീസ് അവസാനം യൂഫ്രട്ടീസ് നദിയിലാണ് ചെന്നുചേരുന്നത്. മുരാട്, കാര എന്നീ പേരുകളുള്ള രണ്ട് നദികളായാണ് യൂഫ്രട്ടീസിൻ്റെ തുടക്കം. യഥാക്രമം കിഴക്കൻ യൂഫ്രട്ടീസ് എന്നും പടിഞ്ഞാറൻ യൂഫ്രട്ടീസ് എന്നും ഇവ അറിയപ്പെടുന്നു. കുറച്ചു ദൂരം ഒഴുകിയ ശേഷം ഒത്തുചേർന്ന യൂഫ്രട്ടീസായി മാറുന്ന ഇവ 2800 കിലോമീറ്ററോളം സഞ്ചരിച്ച് ടൈഗ്രീസ് നദിയുമായി ചേരുന്നു. തുർക്കിയിലൂടെയാണ് യൂഫ്രട്ടീസിൻ്റെ ഏറിയ പങ്കും ഒഴുകുന്നത്. BC 3-ാം നൂറ്റാണ്ടിൽ ക്യൂനിഫോം ലിപികളിൽ എഴുതപ്പെട്ട ചരിത്രരേഖകളിൽ യൂഫ്രട്ടീസിനെക്കുറിച്ച് പരാമർശമുണ്ട്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീവ്യവസ്ഥയുടെ ഭാഗമായ ഈ നദിയുടെ തീരത്താണ് മെസോപ്പൊട്ടാമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ പല പട്ടണങ്ങളും രൂപം കൊണ്ടത്. ബാലിക്, സജൂർ,